ലോകസഞ്ചാരം, അതും ഇന്നുള്ളതിനേക്കാൾ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത്. ആർക്കും അത്ര വിശ്വസിക്കാൻ എളുപ്പമാകില്ല. എന്നാൽ കൊടുങ്ങല്ലൂരിൽ യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കൊച്ചു വീട്ടിനുള്ളിൽ ഒരു സഞ്ചാരിയുണ്ട്, ഒരു ലോകസഞ്ചാരി. ലോകം മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്ത് തൻ്റെ സ്വപ്നങ്ങൾ കീഴടക്കിയ ഒരു 80-കാരൻ. ഡൽഹിയിൽ നിന്ന് അടുത്ത രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോവാം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സ്പോൺസർ വേണം, അതിൽ വിസ കിട്ടില്ല. അപ്പോൾ അവിടെ ഒരാൾ പരിചയപ്പെട്ട്, ഡൽഹിയിൽ ഒരു പാകിസ്ഥാനി പരിചയപ്പെട്ട്, അയാൾ വിലാസം തന്നു. ആ വിലാസം വിസ ആപ്ലിക്കേഷനിൽ ചേർക്കും. അത് പ്രകാരം അവിടെ പോയി. വിദേശ രാജ്യത്ത് ഒരു ജോലി എന്ന സ്വപ്നം റഹിമാനെ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെത്തിച്ചു. യാത്രക്കിടയിൽ മറ്റൊരു സൈക്കിൾ യാത്രികനായിരുന്ന കർണാടക സ്വദേശി മോഹൻകുമാറുമായുള്ള സൗഹൃദമായിരുന്നു പിന്നെ റഹിമാന് ലോകസഞ്ചാരത്തിനുള്ള വേദിയൊരുക്കിയത്. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആദ്യം. അവിടുത്തെ ലയൺസ് ക്ലബ്ബ് പ്രോത്സാഹനം നൽകി സൈക്കിൾ വാങ്ങി തന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ അവിടെ നിന്ന് കെനിയ, ടാൻസാനിയ, ഉഗണ്ട, ഈജിപ്റ്റ്, ഗ്രീസ്, ഇറ്റലി ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പോയി. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചങ്ങാതി, വാസ്തവം പറഞ്ഞ ഗുരുനാഥാണ്, അദ്ദേഹം വേർപിരിഞ്ഞു. അദ്ദേഹം ചെറുപ്പക്കാരനെ എന്നെ അപേക്ഷിച്ച് 30 വയസ്സുള്ളൂ. ഞാനാണെങ്കിൽ 45 വയസ്സാളാണ്. കുടുംബമുള്ള ആളാണ്, കുടുംബവും മക്കളും. അദ്ദേഹത്തിന് അതൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ആയുഷ്കാലം മുഴുവൻ സൈക്കിൾ സഞ്ചരിക്കുക, പ്രത്യേകിച്ച് ജോലിയില്ലാത്തതുകൊണ്ട്. ഞാനതെല്ലാം കഴിയുന്നതും ചുരുക്കുക. അങ്ങനെ പോയി പലയിടങ്ങളിലും പോയി. ഹൈസ്കൂൾ പഠനത്തിനു ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം, സാമൂഹ്യ പ്രവർത്തനത്തിലും പത്രപ്രവർത്തനത്തിലും ഡിപ്ലോമകൾ, ഹൈസ്കൂൾ അധ്യാപകൻ, അസിസ്റ്റന്റ് ലെക്ചറർ, കേരള സർവകലാശാല റിസർച്ച് അസിസ്റ്റന്റ് എന്നീ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുള്ള റഹിമാന് ലോകസഞ്ചാരം വെറുമൊരു ജോലി അന്വേഷണം മാത്രമായിരുന്നില്ല. അപൂർവ സൗഹൃദങ്ങളും അനുഭവങ്ങളും സംസ്കാരങ്ങളുമെല്ലാം സൈക്കിളിൽ ചുറ്റി നേടിയെടുത്തു ഈ യാത്രികൻ. അപ്പോൾ എങ്ങനെ ഈ സോഴ്സ് ഓഫ് ഇൻകം, ധനാഗമ മാർഗം എന്ന് വെച്ചാൽ, പോകുന്ന സ്ഥലങ്ങളിൽ, ചെല്ലുന്ന രാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കാണും, മാധ്യമ ഓഫീസിൽ കയറി ചെല്ലും, എന്നിട്ട് പരിചയപ്പെടും. അന്ന് ടി വിയും പ്രചാരമുണ്ട്, TV, റേഡിയോ, അവിടെയൊക്കെ ടോക്ക് ചെയ്യും. അപ്പോൾ ഒരു സംഖ്യ തരും. ആ സംഖ്യ നല്ലൊരു മുതൽക്കൂട്ടാണ്. പാകിസ്ഥാൻ, ജോർദാൻ, സിറിയ, ചൈന, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, ഇന്തോനേഷ്യ, കെനിയ, അറേബ്യൻ രാജ്യങ്ങൾ എന്നിങ്ങനെ 28-ലധികം രാജ്യങ്ങൾ തൻ്റെ സൈക്കിളിൽ ചുറ്റിത്തിരിഞ്ഞു റഹിമാൻ. വാർദ്ധക്യത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സഞ്ചാരിയുടെ അന്നത്തെ ഓർമ്മകൾക്ക് ഇന്നും ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പുണ്ട്. 5 വർഷത്തെ ലോകസഞ്ചാരത്തിനു ശേഷം യാത്രകളിലെ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും കോർത്തിണക്കി എഴുത്തിലേക്ക് ശ്രദ്ധ തിരിച്ച റഹ്മാൻ പിന്നീട് പുസ്തക വിൽപ്പന ലക്ഷ്യമിട്ടും യാത്ര തിരിച്ചു. ഞാൻ കുറച്ച് കോപ്പി എടുക്കുള്ളൂ. ഇതൊരു വലിയൊരു കമേഴ്സ്യൽ ലാഭകരമായ ഒരു പ്രയത്നമല്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടി മുടക്കിയ പൈസ തിരിച്ചു കിട്ടുക, ചെറിയ ലാഭം. താൻ എഴുതിയ പുസ്തകങ്ങൾ സ്വന്തമായി പ്രസിദ്ധീകരിക്കുക എന്നതാണ് റഹിമാന്റെ മറ്റൊരു പ്രത്യേകത. കല, സാഹിത്യം, ലേഖനം, യാത്രാവിവരണം, അധ്യാപനം, പ്രസാധനം തുടങ്ങി നിരവധി മേഖലകളിൽ ഈ ലോകസഞ്ചാരി തൻ്റെ അനുഭവങ്ങൾ കുറിച്ചിട്ടു. 25 വർഷത്തിലേക്ക് കടന്ന ദേശീയോദ്ഗ്രഥനം മാസികയുടെ സന്തത സഹചാരിയാണ് ഇപ്പോൾ ഈ ലോകസഞ്ചാരി. മാതൃഭൂമി ന്യൂസ്, ചാലക്കുടി.